പ്രതിസന്ധിയിൽ ഇസ്രായേൽ. ഹിസ്ബുള്ളയുമായും ഹമാസുമായും ഒരേ സമയം യുദ്ധം ചെയ്യേണ്ടി വരുന്നത് വലിയ പരാജയമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ആക്രമണത്തിലൂടെ ഇസ്രായേലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ തീവ്രത പുറത്തറിയാതിരിക്കാൻ കർശന സെൻസർഷിപ്പ് നടപ്പാക്കുന്നു. ഹിസ്ബുള്ളയുടെ ലക്ഷ്യം സൈനിക കേന്ദ്രങ്ങളായതിനാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ കാര്യമായി ഒന്നും തന്നെ ചെയ്യുന്നില്ല. പക്ഷേ ഇസ്രായേൽ മറുവശത്ത് അഭയാർത്ഥി ക്യാമ്പുകൾ അടക്കം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സെൻസർഷിപ്പ്. ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസറുള്ള ഇസ്രായേൽ നഗരത്തിൽ നടന്ന ആക്രമണത്തിന്റെ വീഡിയോ ഉടൻ പുറത്തുവിട്ടേക്കും. 6000-ഓളം മിസൈലുകൾ ഉൾപ്പെടെ ഇസ്രായേലിന് നേരെ സജ്ജമാക്കി വച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. അമേരിക്കയുടെ ധനസഹായവും ആയുധങ്ങളും ലഭിച്ചിട്ടും ഇസ്രായേലിന് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. ഹമാസുമായി ഒരു ചർച്ച പോലും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, തുടങ്ങിവെച്ച യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്ത കടുത്ത പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ. ഇനിയും യുദ്ധം തുടർന്നാൽ വെല്ലുവിളിയാകുന്നത് ഇസ്രായേലിന് തന്നെയാകും എന്ന കാര്യത്തിലും സംശയമില്ല.